പാറളം CPIM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെഡ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവിയർ ചിറ്റിലപ്പിള്ളി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് 8.5 കൊല്ലത്തിലേക്ക് കടക്കുകയാണ്. കേരള ചരിത്രത്തിലെ ആദ്യമാണ് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് 5 കൊല്ലത്തിൽ കൂടുതൽ അധികാരത്തിലിരിക്കുന്നത്. തുടർച്ചയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം എന്നിടത്തേക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഒരുപക്ഷെ ആദ്യമായി ഉള്ള ഭരണമാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 2ാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് വരാതിരിക്കുന്നതിന് വേണ്ടി 2021 തൊട്ടു മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയ അതിരൂക്ഷമായ ഇടതുപക്ഷ വിരുദ്ധ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിരുദ്ധ പ്രചാരവേല നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. എന്തൊക്കെയായിരുന്നു? ഖുറാനിലെ ഈത്തപ്പഴം, അല്ലേ? ഈത്തപ്പഴത്തിനകത്ത് സ്വർണം, അല്ലെങ്കിൽ ഈത്തപ്പഴവും വിശുദ്ധ ഖുറാനും. പിന്നെ അത് ബിരിയാണി ചെമ്പായി. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ അന്വേഷണ ഏജൻസികളും 2020-21 കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് അരിച്ചു പറക്കി. ഞങ്ങൾ വിനയപൂർവ്വം ചോദിക്കുന്നു, കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേരിൽ ഒരു FIR ഇടാൻ ഇവർക്കായോ എന്നതാണ് 2ാം പിണറായി ഗവൺമെന്റിന്റെ വരവിന്റെ പ്രധാനപ്പെട്ട കാരണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധിപ്പിക്കാൻ, മുഖ്യമന്ത്രിയെ ബന്ധിപ്പിക്കാൻ എല്ലാവരും നടത്തിയ പരിശ്രമമുണ്ട്. ഒരൊറ്റ വർത്താനേ പറഞ്ഞുള്ളൂ, മടിയിൽ കനമില്ല, ഞങ്ങൾക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പ്രഖ്യാപിച്ചു. ജനങ്ങൾ അത് സ്വീകരിച്ചു. 2016 മുതൽ 21 വരെ ഈ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഈ സംസ്ഥാനത്ത് വേണം എന്ന് ജനങ്ങൾ വിധിയെഴുതി 99 സീറ്റിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. സദീപ് കെ ജോസഫ് അധ്യക്ഷത വഹിച്ചു. കൂട്ടാലക്കുന്ന് ചൊവ്വൂർത്താഴം പടവ് കൃഷിയോഗ്യമാക്കണമെന്ന് CPM പാറളം ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. ലോക്കൽ സെക്രട്ടറിയായി TG വിനയനെ സമ്മേളനം തെരഞ്ഞെടുത്തു. CPM ജില്ലാ കമ്മിറ്റി അംഗം വർഗീസ് PR, ഏരിയ സെക്രട്ടറി AS ദിനകരൻ, KK അനിൽ, സെബി ജോസഫ്, TG വിനയൻ, ജെയിംസ് P പോൾ എന്നിവർ സംസാരിച്ചു. സദീപ് കെ ജോസഫ്, ജെയിംസ് P പോൾ, TR മീര, അഡ്വക്കേറ്റ് KV ബാബു എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു.